എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് എക്സാമിന് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡേറ്റും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തു. അപ്പം എക്സാമിന് വേണ്ടി ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഫസ്റ്റ് ടൈമിന് വേണ്ടി ആദ്യത്തെ 2 ചാപ്റ്റർ മിക്ക സബ്ജക്ട്സിനും ഒക്കെ ആദ്യത്തെ 1-2 ചാപ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പകുതിയോളം ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ സയൻസ് സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതുപോലെ തന്നെ മാത്സിനൊക്കെ ആണെങ്കിലും 4 ചാപ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ, അതായത് ക്രിസ്മസ് എക്സാമിന് കഴിഞ്ഞിട്ടുള്ള പാഠഭാഗങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമിലെ പോർഷൻസും കൂടെ നിങ്ങൾ നോക്കി വേണം എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോകാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാമിന് മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമേ നോക്കുന്നത് കേരള പാഠാവലിയാണ്. 3ാമത്തെ യൂണിറ്റ് വിസ്തൃത ലോകവിധാനത്തിൽ നിന്നുള്ള ചാപ്റ്റർ. അതിലെ മണ്ണും മനുഷ്യരും ബത്തേരിക്കടുത്ത് മലങ്കരയിൽ വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല, അത് 3 പഠിക്കാനുണ്ട്. പിന്നെ 4ാമത്തെ യൂണിറ്റിലെ പിറന്ന നാടിൻ പെരുമയിൽ, അതിലെ ദേശവും എഴുത്തും, ആലപ്പുഴ വെള്ളം, മുരിങ്ങാമരത്തോപ്പ്. അതുപോലെ തന്നെ അടിസ്ഥാന പാഠാവലിയാണ്. അതിലെ 2ാമത്തെ യൂണിറ്റ് ഉണ്ട് ഏകോദര സോദരർ നാം എന്നുള്ളത്. അതിലെ ആനന്ദാശ്രുക്കൾ, അതുപോലെ തന്നെ കെത്തളു. പിന്നെ അതുപോലെ തന്നെ 3ാമത്തെ യൂണിറ്റ് ആണ് അതിലെ ചരിത്രം രചിച്ച നാടകം, അതുപോലെ തന്നെ എൻ്റെ ഭാഷ. അപ്പൊ ഇത്രയും ചാപ്റ്ററുകൾ നിങ്ങൾ ഷുവറായിട്ടും ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിച്ചിരിക്കണം. ഇനി അടുത്തത് നോക്കാനുള്ളത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിന് യൂണിറ്റ് 2-ലെ 3ാമത്തെ ലെസൺ, അതായത് ദ സീഡ്ലിങ്സ് പോയം പഠിക്കാനുണ്ട്. പിന്നെ യൂണിറ്റ് 3-ലെ ട്രംപറ്റ്സ് ഓഫ് ചേഞ്ച്, അനദർ ഡേ ഇൻ പാരഡൈസ്, വാറ്, പേസ് ഓഫ് സ്ട്രിങ്. പിന്നെ യൂണിറ്റ് 4-ലെ വുഡ്ലാൻഡ് വിസ്പേഴ്സ്, പിന്നെ ശാകുന്തളം, പിന്നെ ട്രിൽസ് ആൻഡ് ത്രിൽസ്, ബേർഡ് വാച്ചിങ് ഇന്ത്യ എന്നുള്ള ആ ഒരു ലെസൺ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ദ വൈൽഡ് സ്വാൻസ് അറ്റ് കൂലി. അപ്പൊ ഇത്രയും പോർഷൻസ് ക്രിസ്മസ് എക്സാമിന് മസ്റ്റ് ആയിട്ടും പഠിക്കുക. ദെൻ ഹിന്ദിയുടെ കേസിൽ വരുന്നു. യൂണിറ്റ് 3 ഉണ്ട്. യൂണിറ്റ് 3-ലെ തന്നെ 3 സെക്ഷൻസ് ഉണ്ട്, അത് പഠിക്കുക. അതുപോലെ തന്നെ യൂണിറ്റ് 4, യൂണിറ്റ് 5. ദെൻ സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിലെ 4ാമത്തെ, സോഷ്യൽ സയൻസ് ഫസ്റ്റ് ആണ് കേട്ടോ, ഹിസ്റ്ററിയിൽ വരുന്നതാണ്. 4ാമത്തെ യൂണിറ്റ് വെൽത്ത് ആൻഡ് ദ വേൾഡ്, സമ്പത്തും ലോകവും. പിന്നെ 5ാമത്തെ യൂണിറ്റ് പബ്ലിക് ഒപ്പീനിയൻ ഡെമോക്രസി, പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ. പിന്നെ 6ാമത്തെ യൂണിറ്റിൽ മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. 7ാമത്തെ യൂണിറ്റ് ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. ദെൻ സോഷ്യൽ സയൻസ് 2 ആണ് ജോഗ്രഫിയിൽ വരുന്നത്. ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമാഫ്രോസ്റ്റ്, മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്. പിന്നെ 6ാമത്തെ യൂണിറ്റ് ആണ് മണി ആൻഡ് എക്കോണമി, അതായത് പണവും സമ്പദ് വ്യവസ്ഥയും. 5ാമത്തെ യൂണിറ്റ് ചേഞ്ചിങ് എർത്ത്, മാറുന്ന ഭൂമി. അടുത്തത് ഫിസിക്സിലാണ്. ഫിസിക്സിൽ നമുക്ക് ഓൾറെഡി അറിയാം, ആദ്യത്തെ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം എക്സാമിന് ഉണ്ടായിരുന്നു. 3ാമത്തെ ചാപ്റ്ററിലെ ആദ്യ ഭാഗം ഏകദേശം റെയിൻബോ വരെയുള്ള സെക്ഷൻസ് നമുക്ക് ഫസ്റ്റ് ടൈം എക്സാമിന് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞത്തെ പാർട്ട് കേട്ടോ, ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന ചാപ്റ്ററിലെ ആ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള പാഠഭാഗങ്ങൾ അവിടെ തൊട്ട് പഠിക്കാനുണ്ട്. പിന്നെ 4ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുതിയുടെ കാന്തിക ഫലം. 5ാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് എനർജി കൺസപ്ഷൻ ആൻഡ് കൺസർവേഷൻ, വൈദ്യുതോർജ്ജം ഉപഭോഗവും സംരക്ഷണവും. 6ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡെയിലി ലൈഫ്, അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ 4ാമത്തെ ചാപ്റ്ററും 6ാമത്തെ ചാപ്റ്ററും ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഈ 4ാമത്തെ ചാപ്റ്ററിലെ മാഗ്നറ്റിക് എഫക്റ്റ് അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ചാപ്റ്റർ ഷുവറായിട്ടും പഠിക്കുക. അതുപോലെ തന്നെ എന്താണ് ഫസ്റ്റ് ടൈമിലെ പോർഷൻസ് കൂടെ ഒന്ന് കവർ ചെയ്ത് പോവുക. ദെൻ കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയിലും ആദ്യത്തെ 2 ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയിട്ട് എക്സാമിന് ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം എക്സാമിന്. 3ാമത്തെ ചാപ്റ്ററിന്റെ എന്താണ് ക്രമാവർത്തന പ്രവണത, പീരിയോഡിക് ടേബിളിലെ ആ ഒരു ക്രമാവർത്തന പ്രവണത എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷൻ വരെ ഫസ്റ്റ് ടൈം എക്സാമിന് ഉണ്ടായിരുന്നു. അതിന്റെ ബാക്കി കൊട്ട് അത് കഴിഞ്ഞുള്ള ബാക്കി പോർഷൻ 3ാമത്തെ ചാപ്റ്ററിലെ അതിന് കഴിഞ്ഞിട്ടുള്ള ബാക്കി പോർഷൻ ഉണ്ടാവും എക്സാമിന്. പിന്നെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. ഇലക്ട്രോ കെമിസ്ട്രി, ദെൻ അതുപോലെ തന്നെ മെറ്റൽസ് ഒക്കെ കംപ്ലീറ്റ് ഉണ്ട്. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് മസ്റ്റ് ആയിട്ട് പഠിക്കുക. ഫസ്റ്റ് ടൈമിലെ പോർഷൻസ് കൂടെ നോക്കുക. ദെൻ അടുത്തത് ബയോളജി ആണ് കേട്ടോ. ബയോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത് 3ാമത്തെ ചാപ്റ്റർ ബിഹൈൻഡ് ദ സെൻസേഷൻ, സംവേദനങ്ങൾക്ക് പിന്നിൽ. പിന്നെന്താണ് കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസ്, ജീവികളിലെ രാസസംവേദനം. ദെൻ 5ാമത്തെ ചാപ്റ്റർ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ, പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും. ദെൻ അടുത്തത് മാത്സ് ആണ്. മാത്സിൽ 4ാമത്തെ ചാപ്റ്റർ വരെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എക്സാമിന്. ബാക്കി 5ാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്,
രണ്ടാംകൃതി സമവാക്യങ്ങൾ, അതുപോലെ തന്നെ 6ാമത്തെ ചാപ്റ്റർ ട്രിഗ്നോമെട്രി, ത്രികോണമിതി. ദെൻ 7ാമത്തെ ചാപ്റ്റർ കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകള്. 8ാമത്തെ ചാപ്റ്റർ ടാൻജൻസ്, തൊടുവരകള്. 9ാമത്തെ ചാപ്റ്റർ ഏതാണ്? പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്, ബഹുപദങ്ങളും സമവാക്യങ്ങളും. 10ാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ലൈൻസ്, വൃത്തങ്ങളും വരകളും. 11ാമത്തെ ചാപ്റ്റർ ജിയോമെട്രി ആൻഡ് ഓൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും. അപ്പൊ ഏകദേശം ഒരു 7 ചാപ്റ്റേഴ്സ് മാത്സിൽ പഠിക്കാനുണ്ട്. മാത്സിന് കൂടുതൽ സമയം നിങ്ങൾ കണ്ടെത്തി എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ളതും അതുപോലെ വർക്ക്ഷീറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ആൻസർ ചെയ്ത് പഠിക്കുക. അപ്പൊ മാത്സിന് വേണ്ടി പ്രത്യേകം നിങ്ങൾ പരിഗണന കൊടുക്കുക. കാരണം ഇത്രയും ചാപ്റ്റേഴ്സുകളുണ്ട്, അതിലെ എല്ലാ ക്വസ്റ്റ്യൻസുകളും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. മാത്സ് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക, വെറുതെ വായിച്ച് പഠിക്കാൻ ശ്രമിക്കില്ല. അത് വെറുതെ സമയം വേസ്റ്റ് ആക്കുന്നതാണ്. എഴുതി തന്നെ ഓരോ ക്വസ്റ്റ്യനും എഴുതി വെച്ച് അതിൻ്റെ ആൻസർ എഴുതി തന്നെ ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഇത്രയൊക്കെ ചാപ്റ്റേഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇനി അധികം സമയമില്ല അല്ലേ, അപ്പം മാക്സിമം ഉള്ള സമയം മാക്സിമം പഠിക്കാനായിട്ട് വിനിയോഗിക്കുക. മറ്റു കാര്യങ്ങളിലേക്കൊന്നും തൽക്കാലം ഒന്നും പോകാതെ കൂടുതൽ പഠിത്തത്തിലേക്ക്, നിങ്ങൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണ് കുറച്ച് പഠിച്ചിട്ടുള്ളത്, അപ്പോൾ അതിനൊക്കെ കൂടുതൽ സമയം എടുത്തിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമിലെ പോർഷൻസും നിങ്ങളൊന്ന് കവർ ചെയ്തിരിക്കണം. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ടൈമിൽ നിന്ന് ഒരു ഏകദേശം 10% ഒക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ടൈമിലെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമിലെ പോർഷൻസ് ഒന്ന് നോക്കിക്കൊള്ളണം. അപ്പം എല്ലാവരും ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി കൃത്യമായിട്ട്, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഓരോരുത്തർക്കും, ചിലർക്ക് ബുദ്ധിമുട്ടുള്ള ഉണ്ടായിരിക്കും, ചിലർക്ക് എളുപ്പമുള്ള ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ടൈം ടേബിളൊക്കെ തയ്യാറാക്കി പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്